നമസ്കാരം. മെയ് 28 എന്ന ദിവസത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ ദിവസത്തെ രാശിഫലപ്രകാരം നോക്കുമ്പോൾ ചില രാശിക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുകയോ ഇന്നേ ദിവസം ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള വഴികൾ തെളിയുന്നതായ സാഹചര്യമാണ് ഉള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാദേവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കാരണം ചില മാറ്റങ്ങൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ മാറ്റങ്ങളാണ് എങ്കിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ നിങ്ങളിലേക്ക് വന്നു ചേരുവാനോ ഉള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ ജോലി അല്ലെങ്കിൽ ഏറ്റെടുത്തതായ ആ ജോലി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യ കാര്യത്തിൽ ഉണ്ടായിരുന്നതായ പ്രയാസങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങളോ മറ്റ് നേട്ടങ്ങളോ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. അത്ഭുതപ്പെടുന്നതായ ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ പ്രധാനമായും വർദ്ധിക്കുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് പുറമെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക, ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം ആവശ്യമുള്ള സമയമാണ്. എന്നാൽ പലരും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. എന്നാൽ അപ്രതീക്ഷിതമായി തന്നെ നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ്. ചില ശുഭ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം. ആഗ്രഹിക്കുന്നതായ വാർത്തകളാകാം. അതല്ല അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളും സംഭവിക്കാം. ചില പ്രയാസങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ പോലും സാധിക്കാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന നേട്ടങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഇന്നേ ദിവസം നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ കൃത്യമല്ല എങ്കിൽ, അതല്ല പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ, പല വിധത്തിലും ദുരിതങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നവരാണ്. കാരണം പല കാര്യങ്ങളും ഇവർക്ക് ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും അനുകൂലമാകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതികൂലമായി ഭവിക്കുന്നതായ സാഹചര്യങ്ങൾ ഒഴിവായി കിട്ടാം. ഒരു പരിധിവരെ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ് ആകാം, തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ധനസ്രോതസ്സുകളിൽ നിന്നും ധനം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ലഭിക്കാനുള്ള ധനമാണ് എങ്കിലും ലഭിക്കാം. ശുഭകരമായ പല കാര്യങ്ങളും, അനുകൂലമായ ചില കാര്യങ്ങൾ തേടിയെത്തുന്ന സമയം തന്നെയാകുന്നു. കുടുംബത്തിൽ സന്തോഷം, സമാധാനം വന്നു ചേരാം.
അല്ലെങ്കിൽ ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നത് വിജയത്തിൽ കലാശിക്കാം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പലതും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും നിവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഉന്നതമായ വിജയങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതുമാണ്. ആരോഗ്യ കാര്യങ്ങൾ മികച്ചതായി തീരാം. ചെയ്യുന്നതായ കാര്യങ്ങളിൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ, ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. നേട്ടങ്ങളിലേക്ക് കുതിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ സഹപ്രവർത്തകരുടെ, വേണ്ടപ്പെട്ടവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം ഒരൽപ്പം കൂടുതൽ തന്നെയാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന പല കാര്യങ്ങളും എന്നാൽ ശ്രദ്ധിക്കാതെ മുന്നോട്ടു പോകുന്നതിലൂടെ അശ്രദ്ധയാൽ ചില നഷ്ടങ്ങളോ വിഷമങ്ങളോ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യവുമാണ്. കർക്കടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്ന സമയമാണ്. ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളും ഇന്നേ ദിവസം വാങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അത് ആഗ്രഹിക്കുന്നതായ കാര്യമാകാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ഇന്നേ ദിവസം എത്തിച്ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ചില തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്ന ആഗ്രഹത്തിലൂടെ മുന്നോട്ട് പോകുന്നത് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ചില വഴികൾ തെളിയുന്നതിന് സഹായകരമായി തീരാം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തിക നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുക. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ആരോഗ്യ കാര്യങ്ങൾ ഇന്നേ ദിവസം മികച്ചതായി തീരും. പലവിധ ശ്രമങ്ങൾ ജീവിതത്തിൽ നടത്തുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. സന്തോഷം, സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അത് ഭാവിയിൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. ധനത്തിന്റെ ആവശ്യങ്ങൾ ഇന്നേ ദിവസം നിറവേറ്റുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണുക. ഒരു പരിധിവരെ കൈകളിലേക്ക് ധനം വന്നു ചേരാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം എങ്കിലും തൊഴിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഒരൽപ്പം കൂടുതലാകുന്നു. അത്തരം ചില കാര്യങ്ങളും വന്നു ചേരാം. എന്നാൽ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഈ സമയം പ്രത്യേകിച്ചും തർക്കങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുക, കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ ചില സഹായങ്ങൾ ലഭിക്കുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ഈ ദിവസം തേടിയെത്താം. പോസിറ്റീവായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് പ്രകടമാകുന്ന സമയമാണ്. അപൂർണമായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താം. ബഹുമാനവും പ്രശസ്തിയും വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. ശുഭവാർത്തകൾ തേടിയെത്തുക, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക,
തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുക, ഭാഗ്യം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ശത്രുക്കളുടെ ശക്തി പോലും ക്ഷയിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ നേട്ടങ്ങൾ പല കോണുകളിൽ നിന്നും തേടിയെത്തുവാനുള്ള സാധ്യതകളുമുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. പൊതുവിൽ ഇന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനനേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. പൊതുവിൽ ഇന്നേ ദിവസം ശുഭകരമാണ്. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർ ഏവരും ഇന്നേ ദിവസം പ്രത്യേകിച്ചും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഇന്നേ ദിവസം ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതിന് സഹായകരമായി തീരും. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.